എത്തിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ള ആ ഒരു റൂമിനെ അടിമുടി മാറ്റിയതാണ്ട് ഇതേപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ചെയ്തിട്ടുള്ളതല്ല, എന്റെ ഒരു 1.5 മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്തിട്ടുള്ള നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അങ്ങനെയാ കണ്ടോക്കാം അല്ലെ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദി വീഡിയോ. ഈ ഒരു റൂമിനെയാണ് നമ്മൾ ദാണ്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റൂം കയ്യിൽ കിട്ടുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ദാണ്ട് ഇതേപോലെ ആയിരുന്നേ. ടെക്സ്റ്റൈഡ് ആർട്ട് എന്നൊക്കെ പറഞ്ഞ് പുട്ടി കൊണ്ട് ചുമരിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ദാണ്ട് ഇതൊക്കെ നല്ലോണം ഒരച്ച് പേപ്പർ ഉപയോഗിച്ച് ഒരച്ച് മിനുസപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഞാനൊരു 3-4 ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിന് മൊത്തത്തിലൊന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാം. എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു വൈറ്റ് തീമായിരുന്നു. അപ്പോൾ നല്ലോണം ആവശ്യത്തിനുള്ള പെയിൻ്റൊക്കെ എടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ ചുമരിലോട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തേക്കാം. ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് റൂം മൊത്തത്തിൽ പെയിന്റ് അടിക്കുമ്പോഴത്തേക്കന്നെ ലുക്കേ അങ്ങ് മാറുന്നേനു. പക്ഷെ വിചാരിച്ച പോലെയല്ല, വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തെളിച്ചം വന്നിട്ടുണ്ട്, അത്ര മാത്രമേനു. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന 2 ജനലുകളുടെ കളറാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ റൂമായിട്ട് തീരെ ചേർന്ന് പോകുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ച് അതിനെ മറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ്ട് ഈ കാണുന്ന നെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കർട്ടൻ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഇതിന് വലിയ പൈസ ഒന്നുമില്ല കേട്ടോ. ഇതിന് മീറ്ററിന് എന്തോ 50-40 അങ്ങനത്തെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ടോട്ടൽ ഒരു 6-7 മീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജനലിൻ്റെ അളവൊക്കെ എടുത്ത് അതേപോലെ ടാപ്പിൽ അളന്ന് നമ്മുടെ തുണിയിലോട്ടേക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേർട്ടൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6-7 മീറ്ററോളം തുണി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴേക്ക് ആ ചുരുക്കും കൂടിയും വരുമ്പം തീരെ ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ ചെറുതായിട്ട് വിട്ടതാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, ഞാൻ കുറച്ചും കൂടിയും തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോൾ നല്ല കട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കർട്ടൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതെന്തായാലും ചെയ്തേക്കാം. ഇനിയാണ് നമ്മുടെ ശരിയായ പരിപാടി. ഈ ഒരു ടേബിളിൽ നല്ല അടിപൊളി മേക്ക് ഓവർ കൊടുക്കുകയാണ്. എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള പാർട്ടാണിത്. കാരണം നമ്മുടെ പിൻട്രസ്റ്റിനും യൂട്യൂബിലും കടൽ ക്ലൗഡിൻ്റെ ഒക്കെ വീട്ടിൽ നോക്കുമ്പം വൈറ്റ് എസ്തെറ്റിക് ടേബിൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു എസ്തെറ്റിക് ആയിട്ടുള്ള വൈറ്റ് ടേബിളൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹമാണ് ഞാൻ സഫലാക്കാൻ പോകുന്നത്. ഈ ഒരു വാൾപേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയാണ്. ഒരു റോളിൽ എന്തോ 160-170 അങ്ങനത്തെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ 3 റോളായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഈ ടേബിൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബബിള് വന്നിട്ട് ആ ഒരു ഷീറ്റ് മോശമായി പോകുന്നത് ടേബിൾ നല്ല ഫിനിഷിങ്ങിൽ വരണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു കഷ്ടപ്പാടിനൊക്കെ ഫലമായിട്ട് നല്ല കിഡിലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു. പിന്നീട് ഞാൻ ഇതേപോലെ തന്നെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ ഓർഗനൈസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടേബിളിന് ഏറ്റവും കൂടുതൽ ആ ലുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസർ ആയിട്ടാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ, ആ ഓർഗനൈസർ ഉണ്ടാക്കുന്നത്. ഇതിനുള്ള മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് ഒന്നും കൂടി എസ്തെറ്റിക് ആക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഞാൻ ആ ചെടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നെയാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാണ്ട് പെൻഡിങ് ആക്കി വെച്ചാണ്. എന്നാലും ഈ ഒരു ടേബിൾ മാറിയത് തന്നെ ആ കോർണറിൻ്റെ ലുക്കേ മാറില്ലേ. അതേപോലെ നമുക്ക് ഈ ഒരു കട്ടിലിൻ്റെ ലുക്കും അങ്ങ് മാറ്റിയെടുത്താലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റോള് വാൾപേപ്പറും കൂടി വാങ്ങിയിട്ടുണ്ടായിനെ. എന്നിട്ട് നമ്മളെ ബെഡിൻ്റെ ആ ഒരു സ്ഥലത്തുള്ള അളവൊക്കെ എടുത്ത് അതേപോലെ വാൾപേപ്പർ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ വാൾപേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതേപോലെ പൊളിച്ചെടുക്കുന്ന സ്റ്റിക്കർ പോലെ അതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു കട്ടിൽ മൊത്തം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റോൾ എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് നല്ല ബാലൻസ് വരുന്ന സ്ഥലത്ത് പെയിൻ്റ് അങ്ങ് അടിച്ചു കൊടുക്കുക എന്നുള്ളത്. ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പെയിൻറ്റും വൈറ്റ് തന്നെ ആണല്ലോ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നേനും. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാൻ അന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കറുള്ള സ്ഥലത്ത് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. എന്നാൽ പെയിൻറ് അടിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ ചെറിയൊരു മണ്ണിൻ്റെ കളറ് ഒരു ചേറായ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കട്ടിലൊക്കെ മേക്ക് ഓവർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേങ്കിൽ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ് തന്നെയാണ് കുറച്ചുകൂടി അഫോർഡബിൾ. പക്ഷെ പറ്റാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചോളി. കാരണം അത് ലോങ് ടേമിൽ അങ്ങനെ ഒന്നും ആവാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിലിൽ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷോക്കേസിനെ കൂടി ഒന്ന് മിനുക്കി എടുക്കാമല്ലേ. ഞാൻ ആദ്യം ഒരു റെഡ് കർട്ടൻ
കർട്ടൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷോക്കേസ് അങ്ങനെ മറച്ച് വെക്കാനാണ് പതിവുള്ളത്. കാരണം ഇതെനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കളറൊക്കെ എന്തോ റൂമായിട്ട് മാച്ച് ആവാത്ത പോലെ ആയിട്ട്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇതിന് നല്ല പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കുട്ടപ്പയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഷോക്കേസിനെ പെയിന്റ് അടിക്കുക എന്നുള്ളത് ബെസ്റ്റ് ഡിസിഷൻ ആയിനെ. കാരണം ഈ ഒരു റെഡ് കർട്ടൻ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ചേരായിക പോലെയാണ്. നേരെ തിരിച്ചിട്ട് ഈ ഒരു ഷോക്കേസിന് ഒന്നും കൂടി വൈറ്റ് പെയിന്റ് അടിച്ചപ്പം കുറേ ബെറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് റൂമിൽ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിലൊരു 3-4 കോട്ട് അടിച്ചെടുക്കുക. കാരണം എന്നാലാണ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. എൻ്റെ കുറേ കാലത്തുള്ള ആഗ്രഹമായിരുന്നു വൈറ്റ് ഫർണിച്ചർ, വൈറ്റ് ഷോക്കേസ്, ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു വൈറ്റ് എസ്തെറ്റിക് റൂം എന്നുള്ളത്. കാരണം നമുക്കറിയാം പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, കടൽ ക്ലബിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡ്രീം ആയിരിക്കുമല്ലോ ഇതേപോലത്തെ ഒരു റൂം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ അതേ സമയം തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഓരോ പ്രോസസ്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഈ ഓരോ പ്രോസസ്സും വെറും 10 മിനിറ്റ് ആക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 2-2.5 മാസമെങ്കിലും ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവും. 2.5 മാസം ഇല്ലെങ്കിൽ പോലും എന്തായാലും ഒരു 2 മാസം ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ടാക്കിയെടുത്തിട്ടുള്ള റൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. ഈ ഒരു കട്ടിലും ആ ഒരു ഷോക്കേസും വൈറ്റ് കളർ ആകുമ്പോഴത്തേക്ക് എന്നെ ലുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ഇനിയാണ് മേജർ ഡിസിഷൻ. തന്നെ ഈ ഒരു ജനല് ഞാൻ മേടിച്ച് ഇവനെ കൂടി കുറച്ചുകൂടി പെയിന്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഷോക്കേസ് പെയിന്റ് ചെയ്തതിൻ്റെ പെയിന്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ അങ്ങ് വൈറ്റ് പെയിന്റ് അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഡൗട്ടോട് കൂടിയായിരുന്നു ഇതിന് വൈറ്റ് പെയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് മരത്തിൻ്റെ ജനലായതുകൊണ്ട് തന്നെ വൈറ്റ് പെയിന്റ് അടിക്കുമ്പം എത്ര കോട്ട് അടിക്കേണ്ടി വരും, എന്നിതിപ്പോൾ 3-4 കോട്ട് അടിച്ചാലും ആ മരത്തിൻ്റെ കളർ ഇങ്ങനെ പോപ്പപ്പ് ചെയ്യോ എന്നുള്ളൊരു പേടി എനിക്ക് ഉള്ളിലുണ്ടായിരുന്നേ. കാരണം എൻ്റെ അടുത്ത് അധികം പെയിന്റ് ഇല്ല, കുറച്ച് പെയിന്റ് മാത്രമായിരുന്നു ബാക്കിയുള്ളൂ. പക്ഷേ ഈ ഒരു ഡിസിഷൻ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഡിസിഷൻ. കാരണം ഈ ഒരു ജനലും ആ ഒരു ഷോക്കേസും കൂടി വൈറ്റ് ആയപ്പോൾ തന്നെ റൂമിൻ്റെ ലുക്കേ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. ഞമ്മക്കൊന്നും കൂടി ഈ ഒരു ജനലിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഇരുതാണ്ട് ഇതേപോലെ ഒരു കുഞ്ഞിച്ചട്ടി കുറച്ച് ഇതേപോലത്തെ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് പൂവിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുഞ്ഞ് പോട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് അത് വീണുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടലാസ് കുത്തി നിറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഗതി എന്തായാലും നൈസായിട്ടുണ്ട്. നമുക്ക് ഇനി എന്താണ്ട് ഈ ഒരു വൂളൻ ത്രെഡ് കൊണ്ട് അത് തൂക്കാൻ പറ്റുന്ന ഈ ഒരു ഉറിയില്ലേ അതേപോലെ കെട്ടിക്കൊടുക്കാവേ. വിചാരിച്ച പോലെ തന്നെ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൂടെ ആ ഒരു ലൈറ്റ് പിങ്ക് ഫ്ലവർ നല്ല പോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള മെയിൻ പരിപാടി കുറച്ചും കൂടി ഫ്ലവർ ബാക്കിയുണ്ട്. അതിന് നമുക്ക് താണ്ട് ഈ ഒരു കർട്ടൻ്റെ ഇടക്കും തലക്കും ലൈറ്റ് ജസ്റ്റ് ഒന്ന് കൊളുത്തി കൊടുക്കാവേ. കാരണം അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ഈ ഒരു കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാണ്ട് ഇതേപോലുള്ളൊരു കൊട്ട കമിഴ്ത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ കുറച്ച് കാലം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പിന്നെ അതാണ്ട് ഈ ഒരു ഭാഗത്തൊരു കുഞ്ഞ് പ്ലാന്റ് തൂക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ മീഷോ എന്നൊരു ടേബിൾ ലാമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇവനെ കൂടി ടേബിളിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം മേക്ക് ഓവർ വീഡിയോ ഏകദേശം ഇവിടെ പക്കയായിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ലാമ്പ് ഞാൻ വെറും 200 സംതിങ്ങിന് മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് തന്നെ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.